ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത, അധ്യായം 59. അത്ഭുതകരമായ മീൻപിടുത്തം. ഈശോ ശിമയോനോട് പറഞ്ഞു, മറ്റു രണ്ടുപേരെയും വിളിക്കൂ, നമുക്ക് കായലിൽ പോയി വല വീശാം. ഗുരു, പണിയെടുത്ത് എൻ്റെ കൈ വേദനിക്കുന്നു. രാത്രി മുഴുവനും വല വീശുകയായിരുന്നു, ഒരു ഫലവും ഉണ്ടായില്ല. മീനെല്ലാം എവിടെ പോയി ഒളിക്കുന്നെന്നറിയില്ല. ഞാൻ പറയുന്നത് ചെയ്യൂ പത്രോസേ, എപ്പോഴും സ്നേഹമുള്ളവർ പറയുന്നത് കേൾക്കണം. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. അങ്ങയുടെ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. പത്രോസ് ജെയിംസിനെയും ജോണിനെയും വിളിച്ചു. നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ഈശോ പറഞ്ഞു വല വീശാൻ. അവർ വള്ളമിറക്കുന്നതിനിടയ്ക്ക് പത്രോസ് പറഞ്ഞു, ഗുരു, ഇപ്പോൾ മീൻ കയറുന്ന സമയമല്ല, മീനെല്ലാം പോയി വിശ്രമിക്കുന്ന സമയമാണിത്. എവിടെയാണെന്ന് ദൈവത്തിനറിയാം. ഈശോ അണിയെത്തിരുന്ന് പുഞ്ചിരിക്കുന്നതേ ഉള്ളൂ. അവർ വള്ളം നിർത്തി വലയെറിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ വള്ളത്തിനൊരിളക്കം. തടാകത്തിൻ്റെ മുകൾ പരപ്പ് നിശ്ചലമാണ്. നേരം ഉച്ചയായി. ഗുരു, അത് മീനാണ്. കണ്ണു മിഴിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു. ഈശോ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. ഒത്തുപിടിച്ചോ, ഒത്തുപിടിച്ചോ. ഇതിനിടെ വള്ളം വല കിടക്കുന്ന വശത്തേക്ക് ചരിഞ്ഞു. ജെയിംസേ, ജോണേ, വേഗം വേഗമാവട്ടെ. രണ്ടു വള്ളത്തിലുള്ളവരും വന്ന് ഉത്സാഹത്തോടെ പണിയെടുത്തു. 1, 2, 5, 10 കുട്ടകൾ നിറയെ മീൻ. ഇനിയും കുറേ എണ്ണം വലയ്ക്കകത്ത് കിടന്ന് പിടയ്ക്കുന്നു. വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നു. അവർ മീനിനെ വള്ളത്തിലേക്ക് കുടഞ്ഞിട്ടു. മുക്കുവരുടെ കണങ്കാൽ വരെ മീനുണ്ട്. മീനിൻ്റെ ഭാരം കൊണ്ട് വള്ളം മുങ്ങുമെന്ന മട്ടായി. കരയിലേക്ക് വേഗം പായ്വിരിക്കുക. ആഴം നോക്കിക്കൊള്ളണം. വള്ളത്തിൽ കൊള്ളാവുന്നതിലേറെ മീൻ കയറ്റിയിട്ടുണ്ട്. വള്ളം കരയിൽ അടപ്പിക്കുന്നത് വരെ വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പത്രോസിന് കഴിയുന്നില്ല. കരക്കിറങ്ങി കഴിഞ്ഞപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. എന്താണ് സംഭവിച്ചതെന്ന് ബോധ്യമായി. പത്രോസ് ഭയപ്പെട്ടു. ഗുരു, പ്രഭോ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോവുക. ഞാനൊരു പാപിയാണ്. അങ്ങയുടെ അടുത്ത് നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. കായലോരത്തെ മണ്ണിൽ അവൻ മുട്ടുകുത്തി നിന്നു. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുക, എൻ്റെ പിന്നാലെ വരിക. ഞാൻ ഇനി ഒരിക്കലും നിന്നെ വിട്ടുപോവുകയില്ല. ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്ന മുക്കുവനായിരിക്കും. അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരും. യാതൊന്നും ഭയപ്പെടേണ്ട. ഞാനാണ് നിങ്ങളെ വിളിക്കുന്നത്. വരുവിൻ. പ്രഭോ, ഇതാ വന്നു കഴിഞ്ഞു. നിങ്ങൾ വള്ളം നോക്കിക്കൊള്ളണം. എല്ലാം സെബദിയെയും എൻ്റെ ഭാര്യയുടെ സഹോദരനെയും ഏൽപ്പിക്കണം. നമുക്ക് പോകാം. ഞങ്ങളെ തിരഞ്ഞെടുത്തതിന്, വിളിച്ചതിന് നിത്യപിതാവിന് സ്തുതി.